ആപ്പിൾ ഓറഞ്ചൊക്കെ നിന്റെ ബന്ധുക്കായ ആരെങ്കിലും കൊണ്ടുവന്നു അല്ല, എന്റെ വാ ചൊറിഞ്ഞു വരെയാണ്. ബ്രെഡും പാലും ഇല്ലായിരുന്നോ? മുട്ടയൊക്കെ കിട്ടുമായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ. നീ എന്നാലും അവിടെ എന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞല്ലേ? ഞാൻ ഓടിയല്ലെന്ന് പറയണ്ട. ഓടിയതല്ലെന്ന് ഞാൻ. നീ ഇനി പറയുന്ന ഒരു കാര്യത്തിലും ഞാൻ വരില്ല. അവിടെ നോക്കി വേഷടിച്ചോ? അത് വേഷടിച്ചില്ലേ? ഒന്നും പറയണ്ട. ഭയങ്കര മുറിവായി പോയി. അല്ല, ഞാൻ കരാട്ടക്കാരിയായിരുന്നു പെണ്ണ്, അല്ലെങ്കിൽ മർമ്മത്തൊക്കെ നോക്കി അടിക്കത്തില്ല. എന്റെ മർമ്മസ്ഥാനം അത്രയും അടിച്ചു കലക്കിയില്ലേ? നീ എന്താ ധൈര്യശൈലിയൊക്കെ എന്നെ അറിയാതൊക്കെ പറഞ്ഞ് നിന്ന് കൊടുക്കുന്നത് എന്തിനാ? അതാ വന്ന കുഴപ്പം. ഇങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞു ആ പെണ്ണ് സത്യസന്ധ ഉള്ളതാണ്, ഒരു കുഴപ്പമുള്ളതല്ല. നീയാണ് പറഞ്ഞത് അവളെ കൂട്ടുകാരിയാണ് കൂടെ വന്നത്. നീ ആവശ്യമില്ലാതെ എനിക്കും കൂടെ. വേറെ സംഭവമുണ്ട്. ആ പെണ്ണ് അടിച്ചോ? കൂട്ടുകാരി അടിച്ചോ? ആരൊക്കെ അടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലാതായിപ്പോയി. ആരൊക്കെയാണ് എന്തോ അടിച്ചു? അല്ല, അതെന്തരി പ്രതിമയാണോ? പ്രതിമയാണോ? പ്രതിമയല്ല, എന്തൊരു മുടിയത് പ്രതിമ. പ്രതിമ അല്ലെന്ന് അളെ പ്രതിമയെന്ന്. എന്തൊരു മുടിയത്? പ്രതിമയ്ക്ക് ഇങ്ങനെ മുടി വരുത്തോളൂ? ഇല്ല, ഞാൻ ഇതിനേക്കാൾ മുടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇല്ല, അത് മുടിയല്ല. അല്ലെന്ന്. അത് പ്രതിമയല്ല, ആളാണ്. നീ ഒരു 5 100 രൂപ. 100 കേറ്റി പറ. 100 കേറ്റി പറ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് തരണ്ടേ? നമ്മള് വേണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യും, വേറെ നമുക്ക് ഒപ്പിക്കാം. നീ കരുതി തർക്കിയത് പ്രതിമ. ഇതുപോലെ എത്ര തുണിക്കട പ്രതിമ ഉണ്ടോ? അല്ല മല്ല, അതൊരു പെണ്ണാണ്. ഇതാ? അതാ പെണ്ണിന്റെ മുടിയാണെന്ന്. ഒരു പെണ്ണൊക്കെ ഇത്ര മുടി വരുമോ? പിന്നെ ആണാ എനിക്ക് മുടിയില്ലോ, ഇനി പിന്നെ ആ പെണ്ണിന് മുടി. നീ പോടെ അവിടെ. പണ്ടേ ഞാൻ കാണണ്ടല്ലേ എവിടെ മുടിയിരിക്കണ? മുടിയില്ല. മുടിയെന്നാ പറയണം. ഇത്ര മുടിയൊന്നും ഒരു പെണ്ണുങ്ങൾക്ക് പറ്റത്തില്ല. മല്ല, അതൊരു പെണ്ണാണ്, അതിന്റെ മുടിയാണ്. പറ്റുക മുടിയാണ്, പെണ്ണിന്റെ മുടിയാണെന്നത് നോക്കാം. പ്രതിമയാണെന്ന് ഞാൻ പറയുന്നു, നീ ഇല്ല. മല്ല, അത് ഇല്ല. എന്ത് പറഞ്ഞാലും ഞാൻ പറയാ, ഇതൊരു പെണ്ണാണ്. നോക്കട്ടെ. ഞാനെങ്ങനെ വരും? നീ അതിലേ വാ. ഞാനെങ്ങനെ വരും? നീ വാ. കാരണം നമുക്ക് നിന്റെ ആരോഗ്യമാണല്ലോ നമുക്ക് നോക്കേണ്ടത്. അല്ലെ ഞാൻ ഇപ്പോഴും തർക്കിച്ച പ്രതിമയാണ്. ഇല്ല, അത് പെണ്ണാണ്. പതുക്കെ. നിനക്ക് ഇതായി വരുന്ന കുഴപ്പം. നിന്റെ തർക്കമാണല്ലോ എല്ലാത്തിനും കാരണം. തർക്കം ഞാൻ പറഞ്ഞല്ലോ, ചലിക്കുന്നില്ലല്ലേ? കൊണ്ടോ? ചലിക്കുന്നില്ല. ഇല്ല, ഇത് പെണ്ണാണ്. മല്ല, ഇത് മുടിയാണ്. ഇത് മുടി താണ്ട. ഈ മുടിയെ താണ്ട ഇത്രയും ഭാഗം ഇങ്ങനെ എടുത്താൽ നമുക്ക് വലിയൊരു പാലം ഉണ്ടാക്കാം. പാലോ? അപ്പൊ എനിക്ക് പാലൊന്നും എനിക്ക് കഷണ്ടിക്ക് പറ്റൂലേ മുടി? നീ വെച്ചോ വെച്ചിട്ട് മുടി. ഇത് മട്ട അല്ല, ഇത് മട്ട അതല്ലേ ഭാഗം ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാ റെയിൽവേ പാളം ഉണ്ടല്ലോ. റെയിൽവേ പാളം നീളത്തിന് പോണ ഉപ്പല്ലേ? കുറച്ച് മുട്ടിച്ചിട്ടേ. പക്ഷെ ഇതിലൊക്കെ പേന് കയറിയ എന്ത് ചെയ്യും? പേയ്മെന്റ് ശരിയാത്തില്ല. പേനൊക്കെ വന്നാൽ ശരിയാവത്തില്ല. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്താല് കിണറിന്റെ പാതയം വയ്ക്കാം. കിണറിന്റെ പാതയല്ല, നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാലല്ല, കട്ട് ചെയ്ത് ബ്രഷ് ആക്കാം. നമുക്ക് പുതിയ സംരംഭം തുടങ്ങാം. പക്ഷെ ഇത് കൊടുക്കാക്കുള്ളത് പെണ്ണാണ്. പെണ്ണല്ലെന്ന് പ്രതിമയെന്ന്. പെണ്ണാണ്. ഇതാണ് നിന്റെ കുഴപ്പം. നീ പറഞ്ഞ നീ എന്റെ കഴിവിന് നീ അംഗീകരിക്കത്തില്ല. അതാ നിനക്ക് നീ ആ അടിയിട്ട കാര്യം എന്റെ അടുത്ത് പറയാം. എന്റെ കഴിവിന് നീ അംഗീകരിക്കില്ല. ഇതിപ്പോ അനക്കാൻ പോലും വയ്യായിരിക്കും. ഒരു വർഷം മൊത്തം പോയി. അതൊക്കെ 2 ദിവസം മാറും. അപ്പോഴേ പറഞ്ഞ ആ പെണ്ണ് നല്ലതാണ്, ആ പെണ്ണിനെ പറ്റി അവയ്ക്കാതി പറഞ്ഞതാണ് ഞാൻ. നീ അതാ പറയുന്നത്. നീ വീണ്ടും ഇത് പെണ്ണാന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മുടിയാന്ന്, പ്രതിമയാണ്. മല്ല, ഇത് പെണ്ണാണ്. തുണിക്കട ഇരിക്കുന്ന ഏതോ പ്രതിമ അല്ല മല്ല, ഇത് പെണ്ണാണിത്. ഇവിടെ കൊണ്ടുവച്ചിട്ട് നോക്കാം. നമുക്ക് തർക്കിക്കണം. അത് തർക്കാന്നല്ലേ? തർക്കിക്കണ്ടല്ലേ? വീണ്ടും എനിക്ക് അരി വാങ്ങിച്ചു തരാനാണ് നോക്കുന്നത്. ഒട്ടിക്കാൻ ഒരു സ്ഥലമില്ല. ഇവിടെ ഒട്ടിപ്പായി. ഇതൊക്കെ പോടെ. പ്രതിമയിൽ ഇത് സംഭവമൊന്നുമില്ല. നീ പിടിച്ചു നോക്ക്. ഞാനല്ലേ പറയുന്നത്. എനിക്ക് ഒന്നാമത് കൈ വയ്യ. കുഴപ്പമില്ല. പ്രതിമയുടെ തലകളായി വരുന്നത് ഒരടിയില്ല. പിടിച്ചോ. ഞാനാ പറയുന്ന പ്രതിമ. പിടിച്ചു വരികളെ.
എന്റെ വീട്ടിൽ വന്ന് എന്നെ കുറിച്ച് അടിക്കല്ല അടിക്കല്ല അയ്യോ കൈ ഒടിഞ്ഞ കൈയാണ് ഒടിഞ്ഞ കൈ അയ്യോ അടിക്കല്ലേ അടിച്ചത് നീയൊക്കെ ഇന്ന് ഇവിടെ വന്ന് പിടിച്ച് കളിക്കാവുന്നല്ലേ ഇച്ചിരി നേരം സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് വരണേ എന്നും എന്നെ സഞ്ചരിപ്പിക്കാനാണ് വല്ല കാര്യമുണ്ട് പെൺപിള്ളേരെ അടി വാങ്ങിക്കാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞവൻ്റെ പ്രതിമയാന്ന്. അമ്മ അല്ല പെണ്ണാന്നു. ഇതാണ് അവൻ്റെ കുഴപ്പം. ഞാൻ പറയാൻ വാങ്ങിയിരിക്കത്തില്ല. അടി കിട്ടിയോ പാപം. നില്ലടേ ഡേയ്